ഗായ്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം റിയൽ അല്ലി. അപ്പോൾ വന്നിരിക്കുന്നത് വേറൊന്നും കൊണ്ടല്ല, നമ്മളിപ്പം എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഷൂട്ട് ചെയ്ത വീഡിയോ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ മായാമോഹിനി ആയാലും ഗുരുവായൂർ അമ്പലനടയായാലും എൻ്റെ മിക്ക വീഡിയോസിൻ്റെയും ലൊക്കേഷൻ എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ലൊക്കേഷൻ ഹണ്ടാണെന്ന് വെച്ചാൽ ലൊക്കേഷൻ ഒരു ചെറിയൊരു ഹോം ടൂറാണ്. ഇപ്പം ഞാൻ ഉണ്ട്, എൻ്റെ കൂട്ടുകാരൻ നന്ദു ഉണ്ട്, പിന്നെ അവിടെ നമ്മളെ ഷിയാസാക്കം ഉണ്ട്, പിന്നെ അനന്തു എൻ്റെ കൂട്ടുകാരൻ അനന്തുവിൻ്റെ വീടാണ്. അനന്തു ഇപ്പോൾ വണ്ടിയും കൊണ്ട് ഇവിടെ പോയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ആ വീട്ടിലെ ഓരോ വിശേഷവും വീട്ടിൽ എന്തൊക്കെ ഉണ്ട് നമുക്ക് നമ്മളെ ഈ വീട് കാണാം. ഇതാണ് ഗൈസ് വീട്ടിൻ്റെ ഫ്രണ്ട്. നമ്മളെ റെമോ മൂവി ഫസ്റ്റ് ഷൂട്ട് ചെയ്യണ റെമോ മൂവിയാണ്. റെമോ മൂവിയിൽ മറ്റേ കൊച്ചിൻ്റെ ശിവാർത്ഥിയെ ലേഡി കെറ്റപ്പെട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സീൻ ഇവിടെയാണ് നമ്മൾ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ഇതാണ് നമ്മളെ വീടിൻ്റെ എൻട്രൻസ്. അതുപോലെ തന്നെ നമ്മൾ മറ്റേ മായാമോഹിനിയിൽ നമ്മൾ കഥവ് തട്ടണില്ലേ, മറ്റേ ബിജു മേനു വന്ന് കഥവ് തട്ടുന്ന സീൻ ഇവിടെയാണ് നമ്മൾ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതാണ് നമ്മളെ മെയിൻ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഏകദേശം റെമോ, മായാമോഹിനി, ഗുരുവായൂർ അമ്പലനടയിൽ എല്ലാം ഈ ഹാളിൻ്റെ അകത്താണ് നമ്മൾ സെറ്റിട്ട് വർക്ക് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ മെയിൻ മേക്കപ്പ് റൂം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഹെയറോ കാര്യങ്ങളോ എന്തെങ്കിലും രീതിയിൽ എന്തെങ്കിലും ഇതായി കഴിഞ്ഞാൽ പെട്ടെന്ന് വന്ന് സെറ്റ് ചെയ്യണ പ്ലേസ് ആണ്. എന്ന് വെച്ചാൽ ഇവിടെ എല്ലാ പ്രോപ്പർട്ടീസും കാര്യങ്ങളും എല്ലാം ഉണ്ട്. എല്ലാ പ്രോപ്പർട്ടീസും എന്ന് വെച്ചാൽ ഈ ഒരു ആർട്ടിസ്റ്റിന് വേണ്ട എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട്. അപ്പം നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഷൂട്ടിൻ്റെ ഇടയിൽ എന്തെങ്കിലും സെറ്റ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ ഇവിടെയാണ് വരണത്. എന്താ പറയുക അത്. പിന്നെ ഈ നമ്മളിവിടെ കുറേ റെസ്റ്റ് എടുക്കാൻ എന്ന് വെച്ചാൽ നമ്മളിവിടെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി വരുന്ന സമയത്ത് ഇപ്പം നമുക്കിപ്പോൾ ഷൂട്ടില്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പം ഏകദേശം നമ്മളിവിടെ മിനിമം ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ചിലപ്പം എൻ്റെ സീനാണെങ്കിൽ പോലും വേറെ ആൾക്കാർക്ക് സീൻ ഇല്ലാത്ത ആൾക്കാർ ഇവിടെ വന്നാണ് റെസ്റ്റ് എടുക്കുന്നത്. ഇതാണ് നമ്മുടെ മെയിൻ പ്ലേസ് എന്ന് പറയുമ്പം ഈ സ്ഥലം ഏറ്റവും കൂടുതൽ ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഇത് ലവ് ടുഡേയിൽ മറ്റേ ആ ഫോൺ വിളിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സീൻ ഇവിടെയാണ് നമ്മൾ സത്യം പറഞ്ഞാൽ ഇവിടെ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്ന് വെളിയിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം കാണാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഒരു ഏരിയ, ഈ ഒരു കവർ ഏരിയ മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളെ മറ്റേ റെമോ മൂവിയിൽ മറ്റേ അമ്മയായിട്ട് സംസാരിക്കുന്ന പോർഷൻ ഉണ്ടല്ലോ, അമ്മയായിട്ട് സംസാരിക്കുന്ന പോർഷൻ ഇവിടെയാണ് നമ്മൾ കവർ ചെയ്തിരിക്കുന്നത്. ഇവിടെയാണ്. അതിൽ നോക്കിയാൽ തന്നെ മനസ്സിലാവും. എൻ്റെ അമ്മ ശിവകാർത്തികൻ്റെ കൂട്ടുകാരനായിട്ട് ഞാനാണ് അഭിനയിച്ചിരിക്കുന്നത്. അത് നമ്മളിവിടെയാണ് കവർ ചെയ്തിരിക്കുന്നത്. അത് ഏകദേശം നമ്മൾ ഇവിടെ ഷൂട്ട് ചെയ്തിരിക്കുന്നത് 9:30-10 മണി എന്ന് വെച്ചാൽ നൈറ്റ് 10 മണി ആ ടൈമാണ് നമ്മളിവിടെ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ എല്ലാവരും കറക്റ്റ് രീതിയിൽ ഇതിനെ എടുത്തു പറയണമെന്നുണ്ടെങ്കിൽ ട്രിവാൻഡ്രത്തെ ചെറിയൊരു ചിത്രാഞ്ജലിയാണ് എടുത്തു പറയണമെങ്കിൽ. ചെരുപ്പിട്ടുകൊണ്ടൊക്കെ വീട്ടിൽ കയറി വന്ന് എല്ലാവരും ഉണ്ട്. ഇതാണ് നമ്മൾ മറ്റേ റെമോയിൽ മറ്റേ ഹോസ്പിറ്റൽ സീനായിട്ട് ഷൂട്ട് ചെയ്ത ലൊക്കേഷൻ. പക്ഷെ ഇപ്പം പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല ഈ സ്ഥലമാണ് നമ്മൾ റെമോയിൽ ഹോസ്പിറ്റലായിട്ട് ഷൂട്ട് ചെയ്യാൻ വേണ്ടി തന്നെയാണ്. ഇതിൻ്റെ എല്ലാം ഈ വീട്ടിൻ്റെ മെയിൻ ആളാണ് അവിടെ ഇരിക്കുന്നത്. മനുവിൻ്റെ ഉമ്മ, എൻ്റെ കൂട്ടുകാരൻ്റെ അവിടെ ഉണ്ട്. അപ്പം ഗൈസ്, അപ്പം നിങ്ങൾ പറഞ്ഞതുപോലെ കുറേ കാര്യങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ട്. ഇത് റെമോ ഷൂട്ട് ചെയ്തതെന്ന്. ഇപ്പം നിങ്ങൾ ഷൂട്ട് ചെയ്യുന്ന സ്ഥലത്തിനെ പറ്റി ഒരു ഹോം ടൂർ ചെയ്യാൻ പറഞ്ഞതുകൊണ്ടാണ് സത്യം പറഞ്ഞ ഒരു ചെറിയൊരു വീഡിയോ ആയാലും കുഴപ്പമില്ല എന്നുള്ള ഒരു രീതിയിലാണ് ഈ വീടിനെ പറ്റിയുള്ള എല്ലാ സംഭവവും നമ്മൾ നേരിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം എന്നുള്ള രീതിയിൽ വന്നത്. ഇതാണ് ഇവിടുത്തെ മെയിൻ അടുക്കള എന്ന് പറയുമ്പോൾ മായാമോഹിനിയിലെ ഹൈലൈറ്റ് സീൻ ഇവിടെയാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഞാനും അഭിചേട്ടനും കിഷോറേട്ടനും എല്ലാം കൂടെ ചേർന്ന് ഇവിടെയാണ് നമ്മൾ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൽ നമ്മൾ മറ്റേ ഒരു ഫൈറ്റ് സീൻ, ഒരു കണ്ടന്റ് പോലത്തെ ഒരു സംഭവം ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഇവിടെയാണ് മെയിനായിട്ട് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഈ ഒരു പോർഷനിലാണ് ഷൂട്ട് ചെയ്തത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാം ഈ ഇടയ്ക്ക് വന്ന എല്ലാ ഷൂട്ടും നമ്മൾ ഈ ഒരു വീട്ടിൽ തന്നെ മൊത്തത്തോടെ കവർ ചെയ്താണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ഷൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഗൈസ്, ഇനിയും ഇതുപോലത്തെ നല്ല നല്ല കാര്യങ്ങൾ നമ്മൾ ഇനിയും നമ്മളെ കൊണ്ട് പറ്റും. ഇത് സത്യം പറഞ്ഞാൽ ഇതൊരു നമുക്കൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ്, മനസ്സിലായില്ലേ? അപ്പം നമ്മളൊരു ആർട്ടിസ്റ്റിനെ വിളിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവരെല്ലാവരും നമ്മൾ കംഫർട്ടായിട്ടാണ് ചെയ്യുന്നത്. നമുക്ക് കറക്റ്റ് സമയമാകുമ്പോൾ ചായ കിട്ടും, കറക്റ്റ് സമയമാകുമ്പോൾ ഫുഡ് കിട്ടും, ഒരു ഷൂട്ട്. അപ്പോൾ ഗൈസ്, ഇത്രയാണ് പറയാനുള്ളത്. നിങ്ങൾ പറഞ്ഞതുപോലെ ഈ ഷൂട്ട് ചെയ്ത വീട് മൊത്തം നമ്മൾ കാണിച്ചു തന്നിട്ടുണ്ട്. ഇനി എന്താണ് നമ്മൾ ഷൂട്ടിനെ പറ്റി ഇനി എന്താണ് കാണിക്കേണ്ടത്, എന്താണ് ചെയ്യാനുള്ളതെന്ന് എല്ലാവരും കമന്റിൽ അഭിപ്രായം തരിക. അതിനനുസരിച്ച് അടുത്തടുത്ത വീഡിയോസ് വരുന്നത് വരെ ഇറ്റ്സ് മീ റിയൽ അറ്റ്ലി ഫ്രൂട്ടി സ്റ്റുഡിയോ സൈനിങ് ഓഫ്.